ഹലോ നമസ്കാരം. മഴതോരും മുമ്പിടെ വരാനിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ശരണ്യയെ കാണാനായിട്ട് അലീന വീണ്ടും ചെല്ലുന്നുണ്ട്. അങ്ങനെ തൻ്റെ കയ്യിലൊരു കവറൊക്കെ പിടിച്ചുകൊണ്ടാണ് അലീന വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആദ്യം തന്നെ ശരണ്യയെ കാണാനല്ല അലീന പോകുന്നത്, ഷാജി ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഷാജി ചേട്ടൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ അമ്മയെ കാണുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ആ മോള് ഇന്നും വന്നോ എന്ന് ചോദിക്കുമ്പോൾ, അതേ അമ്മേ, എന്തിനാ മോൾ ഇന്നും വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ശരണ്യയെ കാണണം, അതിനു മുൻപ് ഞാൻ ഈ കവറൊന്നും ഇവിടെ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയണം. ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ, ഇതെനിക്ക് ഇന്നലെ ഇടാനായിട്ട് തന്ന ചുരിദാറാണ് എന്ന് പറഞ്ഞ് ആ കവറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഷാജി ചേട്ടൻ്റെ അനിയത്തി ഉണ്ടല്ലോ, ആ കൊച്ചിൻ്റെ ഡ്രസ്സാണല്ലോ ഇടാനായിട്ട് കൊടുത്തത്, അവൾ എന്തെന്ന് ചോദിക്കുമ്പോൾ, അവളിവിടെ അടുത്ത് ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്നുണ്ട് മോളെ, അതിന് വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറയണേ. അപ്പോൾ എന്നാൽ ഞാൻ പോയി ശരണ്യയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് അലീന. അപ്പോൾ വീണ്ടും അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നാട്ടുകാർ വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവളെ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്നലെ വന്നല്ലോ, കണ്ടല്ലോ, സംസാരിച്ചല്ലോ, അത് പോരെ എന്ന് ചോദിക്കുമ്പോൾ, അത് പോരാ, എനിക്ക് അവളെ കാണണം, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാണ് അലീന. അതിന് നിനക്ക് എന്താണ് ആവശ്യം, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അയാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ആവശ്യമായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പെൺകുട്ടി ഇങ്ങനെ ഇരുട്ടും മുറിയിൽ അടച്ച് കഴിയേണ്ടവളല്ല, അവളിങ്ങനെ ഇരുട്ടും മുറിയിൽ ഇനി അവളുടെ ജീവിതം നശിപ്പിക്കേണ്ടവളല്ല, അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ, ഇനി അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് തന്നെ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയിട്ട് നിൽക്കരുത്, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാലേ അവൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, നിങ്ങൾ ആരൊക്കെ തടഞ്ഞാലും ഇനി ഞാൻ പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ശരണ്യയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അലീന. അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ശരണ്യയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ എന്താ പറയേണ്ടതെന്നറിയാത്ത ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛനെയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അലീന അകത്തേട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ അകത്തേക്ക് കയറി പോവാട്ടോ, ഒന്നും പറയാതെ. ആ സമയത്ത് അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ അമ്മയും വരികയാണ്. അമ്മയും വരുന്ന സമയത്ത്, എന്തിനാ ഇന്നും വന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ശരണ്യയെ കാണണം, ഞാൻ ഇനി എന്നും വരും എന്നൊക്കെ അലീന ഇങ്ങനെ പറയണം. അപ്പോൾ ശരണ്യയുടെ ആ ചേട്ടനും അനുജനൊക്കെ ഉണ്ടല്ലോ, ഗോപനും ഓമനക്കുട്ടനൊക്കെ, അവരവിടെ ഉണ്ടായിരുന്നു. ഗോപനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. നീ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ദോഷം എന്ന് ചോദിക്കുകയാണ് അലീന. നീ ആ വീട്ടിലെ അല്ലേ, നീ ആ വീട്ടിലെ വേലക്കാരി ആയിക്കോട്ടെ, പക്ഷെ എന്നാലും നീ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് നീ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇവിടെ കോളനിയിൽ ആർക്കും ഇഷ്ടമല്ല, നീ ശരണ്യെ സ്വാധീനിക്കാൻ വന്നിട്ട് നിൻ്റെ വീട്ടിലുള്ള ആ കുടുംബത്തിലുള്ള ആ പയ്യനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ഓമനക്കുട്ടും ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല, ഞാൻ ഒരിക്കലും അതിന് വേണ്ടിയിട്ടല്ല വന്നത്, എനിക്ക് ശരണ്യെ കാണണം, സംസാരിക്കണം, ധൈര്യം കൊടുക്കണം, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത് എന്ന് പറയട്ടോ. എന്താണെങ്കിലും വേണ്ടില്ല, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല എന്ന് ഓമനക്കുട്ടൻ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അതായത് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ഓമനക്കുട്ട നീ ഒന്ന് പോയേ എന്ന് പറയണേ. അപ്പോൾ അതായത് ഇങ്ങനെ പോലീസ് കേസൊക്കെ ആവുന്നൊക്കെ പ്രതീക്ഷിച്ച് പോലീസ് കേസും അങ്ങനെയൊന്നും വന്നൊന്നുമില്ലല്ലോ. അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഗോപൻ നിൽക്കുന്നത്. കാരണം എന്തൊക്കെ ചെയ്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ ഒറ്റൊരു വാക്കുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെയൊക്കെ പരാതി കൊടുത്ത് പോലീസിൽ പിടിപ്പിക്കാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങനൊരു സിറ്റുവേഷനിലും മുതിരാതിരുന്നത്. പോലീസ് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു, എന്നെക്കൊണ്ട് പരാതി നിർബന്ധപൂർവ്വം വാങ്ങിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ ചെയ്യാതിരുന്നത് നിങ്ങളുടെ ഭാവി ഓർത്തിട്ടും നിങ്ങളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഓർത്തിട്ടും മാത്രമാണ് എന്ന് പറയണം. എന്നിട്ട് ശരണ്യയുടെ അമ്മയോട് ശരണ്യയുടെ റൂം ചോദിക്കുകയാണ്. അങ്ങനെ ശരണ്യയുടെ റൂമിലേക്ക് കൊണ്ടുപോകണം. അതേസമയം ശരണ്യ അങ്ങനെ കിടപ്പ് തന്നെയാണല്ലോ. അങ്ങനെ അലീന ശരണ്യയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് ആശ്വാസ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അലീന അങ്ങനെ പറയുമ്പോൾ ശരണ്യക്ക് തന്നെ ഭയങ്കര ആശ്വാസമാവുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇന്നലെ കൊടുത്തപ്പോൾ ആ പഴം കഴിച്ചു എന്നല്ലാതെ പിന്നീട് അവൾ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ ആവത്തില്ലല്ലോ, അമ്മ പോയിട്ട് ഇവൾക്ക് കഴിക്കാനുള്ളത് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ഞാൻ കൊടുത്തോളാം എന്ന് പറയണം. അങ്ങനെ ശരണ്യയുടെ അമ്മ പോയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കൂടെ അലീനയ്ക്കുള്ള ചായ കൂടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ അലീന ചോദിക്കുന്നില്ല, ഇത് ആർക്കാ 2 ഗ്ലാസ്, അത് മോൾക്കാണ്, അപ്പോൾ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ, അത് മോളെ ഞങ്ങൾ ആളറിയാതെ, എന്നാലും സാരമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്
അലീന ശരണ്യക്കുള്ള ഫുഡ് എടുത്തിട്ട് കയ്യിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് അവളെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ഭക്ഷണമൊക്കെ ശരണ്യ കഴിക്കുന്നുണ്ട്. അലീനയുടെ പാലനത്തിലൂടെ കഴിക്കണം. അങ്ങനെ അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അലീന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്നാൽ എങ്ങനെയാണ്, ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണ്, ശരീരം മൊത്തം മരവിച്ച് പോകും, മനസ്സ് മരവിച്ച് പോകും. അതുകൊണ്ട് ഇങ്ങനെ ആയാൽ ശരിയാവില്ല, ജനലുകളൊക്കെ നമുക്ക് തുറന്നിടാം, ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ വേണ്ട, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്കുമില്ല, എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകണ്ട, എനിക്ക് വെളിച്ചം കാണണ്ട എന്നൊക്കെ ഇങ്ങനെ ശരണ്യ പറയണേ. അപ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല, നമുക്ക് ആ ജനലുകൾ ആദ്യം തുറന്നിടാമെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം അലീന തന്നെ ജനൽ തുറന്നിടാണ്. അങ്ങനെ വെട്ടമകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ശരണ്യ കണ്ണ് പൊത്തി പിടിക്കുന്നുണ്ട്. അത് അടച്ചേക്ക്, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അടയ്ക്കുന്നില്ല, ഇങ്ങനെ വെട്ടമില്ലാതെ ഇരുട്ടത്ത് ഇങ്ങനെ ജീവിതം തള്ളി നീക്കേണ്ടവളല്ല നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ നിന്നെ തന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തവർ അവരാണ്, അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം, അല്ലാതെ നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട് ഞാൻ ചീത്തയായി പോയില്ലേ, ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതം തീർന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കരുത്, മോൾക്ക് ഇനി ഒരുപാട് ജീവിതമുണ്ട്, എനിക്ക് ഒരു അനിയത്തിക്കുട്ടി ഉണ്ട്, അതേപോലെയാണ് ഞാൻ മോളെ കാണുന്നത്, രേവതിക്കുട്ടി എൻ്റെ അനിയത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ശരണ്യ ഇങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ശരണ്യയോട് പറയുന്നുണ്ട് വാ ഒന്ന് എഴുന്നേക്ക്, നമുക്ക് പുറത്തേക്കൊന്ന് പോകാം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്ന് പറയണം. എന്നാൽ വേണ്ട, പുറത്തേക്ക് പോവണ്ട, നമുക്ക് റൂമിൽ തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ശരണ്യ ഇങ്ങനെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് അലീന. അങ്ങനെ ആ സമയത്താണ് ശരണ്യയുടെ അമ്മ അകത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അകത്തേക്ക് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ അലീനയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അലീനയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, അലീന ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ശരണ്യയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അവരവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് ആരും കാണാതെ, അതായത് അലീനയും ശരണ്യയും കാണാതെ അവിടെ നിന്ന് പോയിട്ട് ആ ശരണ്യയുടെ അച്ഛനും സഹോദരങ്ങളൊക്കെ നിൽക്കുന്നിടത്തേക്ക് പോവുകയാണ്. ആ പെണ്ണ് കൊള്ളാട്ടോ, ശരണ്യയെ എഴുന്നേൽപ്പിച്ചു, അവളെ റൂമിലൂടെ നടത്തിക്കുകയാണ് ചെയ്യുന്നത്, ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനലും വാതിലൊക്കെ തുറന്നിട്ടേക്കാണ് എന്ന് പറയുമ്പോൾ അവരും തന്നെ അതിശയിച്ചു പോവുകയാണ്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല, എൻ്റെ മോളുടെ ജീവിതം അവിടെ ആ ഇരുട്ടുമുറിയിൽ കിടപ്പായിട്ട് പോകുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ് ശരണ്യയുടെ അമ്മ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അലീന ശരണ്യയും കൂട്ടിയിട്ട് ആ ഹോളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൂടി കണ്ടപ്പോൾ എല്ലാവരും മന്ദം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നോക്കി, അവളിങ്ങനെ വരികയാണല്ലോ, ശരണ്യ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണല്ലോ. അലീന അവളെയും കൂട്ടിയിട്ട് ആ സിറ്റ് ഔട്ടിൽ അവിടെ ഇങ്ങനെ തിണ്ണയിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആകെ അതിശയിച്ച് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് ശരണ്യ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, മുറ്റവും കളിസ്ഥലവും അങ്ങനെ അടുത്തടുത്തുള്ള വീടുകളും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ അലീന ശരണ്യയെ കൂട്ടിയിട്ട് അവിടെ സിറ്റ് ഔട്ടിൽ ആ തിണ്ണയിൽ വന്നിരിക്കുന്നത് അടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ആകെ അതിശയിച്ച് പോവുകയാണ് ശരണ്യ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ശരണ്യ ആരും തന്നെ കണ്ടിട്ടില്ല, ആരോടും അങ്ങനെ എപ്പോഴും വിസിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ശരണ്യ അവിടെ ഇങ്ങനെ വന്നിരുന്നത് കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അലീന അവളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇഷ്ടപ്പെട്ട ബുക്സ്, ഫ്രണ്ട്സ്, അതുപോലെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട് എന്ത് നല്ല മുടിയാണ് നിൻ്റെ മുടി, ഈ മുടി ഇങ്ങനെ വെറുതെ ചീത്തയാക്കി കളയണോ എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ചീകി കെട്ടിത്തരാം എന്ന് പറയണം. എന്നിട്ട് അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ ശരണ്യയുടെ അമ്മയാണ് വിളിക്കുന്നത്. ശരണ്യയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ചീപ്പ് എടുത്തുകൊണ്ട് വന്ന അമ്മയെന്ന് പറയണം. അങ്ങനെ ചീപ്പ് എടുത്തുകൊണ്ട് പോയി കൊടുക്കുകയാണ്. ആ ചീപ്പ് വെച്ചിട്ട് ശരണ്യയുടെ മുടി, ശരണ്യ അവളുടെ മടിയിലേക്ക് തല വെച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്, ചാരി കിടക്കുകയാണ്. അങ്ങനെ മുടി ഇങ്ങനെ ചീകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരണ്യ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴും അലീന പറയുന്നുണ്ട് എനിക്ക് നിന്നെപ്പോലെ ഒരു അനിയത്തിക്കുട്ടി ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട് ആരാ അത്, എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി. അവൾക്കും എപ്പോഴും ഞാൻ മുടി ചീകി കൊടുക്കണം, ചീപ്പ് എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് എൻ്റെ മടിയിൽ തല വെച്ച് അങ്ങോട്ട് കിടക്കും, പെട്ടെന്നൊന്നും ചീകി കെട്ടണ്ട കേട്ടോ ചേച്ചി എന്ന് പറയും. എന്തിനാ, എൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുകയും വേണം, ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുകയും വേണം, അതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ശരണ്യക്ക് ശരിക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യ പറയണം മതി, അകത്തേക്ക് തന്നെ പോകാമെന്ന് പറയുമ്പോൾ അങ്ങനെ മുടിയൊക്കെ പിന്നിട്ടതിന് ശേഷം വീണ്ടും അകത്തേക്ക് പോവാണ്.
അങ്ങത്തേക്ക് പോകുമ്പോൾ അലീന പോയി റൂമിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ റൂമിൽ അടച്ചിരിക്കരുത്, ഇനിയും പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പോകാനായിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ശരണ്യ ചോദിക്കുന്നുണ്ട്, പോവുകയാണോ ചേച്ചി, പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇപ്പോൾ എനിക്ക് പോകണം, ഞാൻ നാളെ വരാം മോളെ എന്ന് പറയുമ്പോൾ അലീനയുടെ കൈ വിടുന്നില്ല കേട്ടോ ശരണ്യ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. അങ്ങനെ അലീന പറയുന്നുണ്ട്, ഞാൻ നാളെ എന്തായാലും വരും എന്ന് പറയുമ്പോൾ, ചേച്ചി നാളെ വരുമോ, ചേച്ചി വരാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ശരണ്യ. ഇല്ല, ഞാൻ തീർച്ചയായിട്ടും വരും, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് മുടങ്ങിപ്പോയ ക്ലാസ്സുകളൊക്കെ വീണ്ടെടുക്കണം, ആ ക്ലാസ്സിനൊക്കെ പോകണം എന്ന് പറയുമ്പോൾ, ഇല്ല ചേച്ചി ഞാൻ പോവത്തില്ല, എനിക്ക് പേടിയാണ്, ഞാൻ പോവത്തില്ല, സ്കൂളിലേക്ക് ഞാൻ പോവത്തില്ല, എനിക്ക് ആരും ഫേസ് ചെയ്യാനൊന്നും വയ്യ എന്ന് പറയുമ്പോൾ, വേണ്ട ആ സ്കൂളിലേക്ക് പോകണ്ട, ആ സ്കൂളിലല്ലേ മോളെ പരിചയമുള്ള ആൾക്കാരൊക്കെ, നമുക്ക് ആരും അറിയാത്ത മറ്റൊരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ പറയണം. ഇപ്പോൾ എന്താണെങ്കിലും ക്ലാസ് നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണെങ്കിലും എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യണം, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വേണ്ടത് വെച്ചാൽ ചെയ്യാം, മോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ചേച്ചിയുണ്ട് കൂടെ, എന്ത് കാര്യത്തിനും ചേച്ചിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇനി മോൾ ഞാൻ നാളെ വരുമ്പോൾ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അലീന പോകുമ്പോൾ ശരണ്യക്ക് ഭയങ്കര സങ്കടമാണ്, എന്നാലും ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടൊക്കെയാണ് അലീന ഇറങ്ങുന്നത്. ഇറങ്ങി വരുന്ന സമയത്ത് ശരണ്യയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ്, പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ, മോള് നാളെയും വരുമോ, മോള് വന്നത് കൊണ്ടാണ് എൻ്റെ മോളൊന്ന് എഴുന്നേറ്റ് നടന്നത്, അവളൊന്ന് ചിരിച്ചത് സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ശരണ്യയുടെ അമ്മ. ഞാൻ വരാം അമ്മേ, ഞാൻ വരാം, അവളെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, അവളെ ഇരുട്ടുമുറിയിൽ അടച്ചിടാനുള്ളതല്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും വരാം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുത്തിട്ടാണ് അലീന തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഷാജിയുടെ വീട്ടിലേക്കും കൂടി പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഷാജിയുടെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരോട് സംസാരിച്ചു. ആ സമയത്ത് ഷാജിയും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാജി ചോദിക്കുന്നുണ്ട്, നീ ഇന്നും വന്നോ, നിനക്ക് ഇത് തന്നെയാണോ പണി, വേറെ പണിയൊന്നുമില്ലേ, നീ ശരിക്കും അവിടുത്തെ ജോലിക്കാരി തന്നെയാണോ, നിന്നെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അവിടുത്തെ ജോലിക്കാരിയൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്ക് അവിടെ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്ന് പറയാണ്. ആ ശരി ശരി, എന്നാൽ നീ ഭക്ഷണം കഴിക്കാമെന്ന് പറയാണ് ഷാജി. ഇല്ല ഷാജി ചേട്ടാ, ഞാൻ പോവട്ടെ, എനിക്ക് എന്നെ വീട്ടിൽ അവിടെ കാത്ത് എൻ്റെ അനിയത്തി ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ, അനിയത്തിയോ, ഏത് അനിയത്തി, നീ ഓർഫനല്ലേ, പിന്നെ നിനക്ക് എവിടെ നിന്ന് അനിയത്തി? അതായത് അവിടുത്തെ മക്കളെ ഞാൻ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ ആയിട്ടാണ്, ആങ്ങളെയും അനിയത്തിയൊക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത്, എൻ്റെ സഹോദരങ്ങളാണ് അവർ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ എന്നെ കാത്ത് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ചെന്നിട്ട് ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ, ഭക്ഷണമൊക്കെ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നാലും അവൾ എന്നെ കാത്തിരിക്കും, അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് പറയണം. എന്നാൽ വാ ഞാൻ കൊണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ, ഷാജി ചേട്ടൻ ഊണ് കഴിക്കാൻ വേണ്ടി വന്നതല്ലേ, അത് കഴിച്ചു, ഞാൻ വേറെ ഓട്ടോ വിളിച്ചെങ്ങാനും പൊക്കോളാം എന്ന് പറയണം അലീന. ഇവിടുന്ന് വേറെ ഓട്ടോ ഒന്നും കിട്ടത്തില്ല, നീ വാ ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ, വേണ്ട ഷാജി ചേട്ടൻ ഊണ് കഴിച്ചു എന്ന് പറയുമ്പോൾ, അത് സാരമില്ല, ഞാൻ സാധാരണ പുറത്തു നിന്ന് തന്നെയാണ് കഴിക്കാറ്, ഇന്നിപ്പോൾ ഒന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ, അമ്മ പറഞ്ഞു നീ വന്നിട്ടുണ്ടെന്ന്, അത് കാരണം ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് വന്നതാണ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അലീനയും കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട എന്നെ ടൗണിൽ വിട്ടാൽ മതി, എനിക്കൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്ന് പറയാണ് അലീന. അത് വീട്ടിൽ കൊണ്ടുവിടാൻ സമ്മതിക്കാത്തതാണ് അലീന, കാരണം അവിടെ വരെ ഓടിയാലും ഷാജി കാശൊന്നും വാങ്ങത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓട്ടോയിൽ കയറി പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീന വീട്ടിൽ തിരിച്ചെത്തുന്നതാണ്. അലീന വരുന്നത് നോക്കിയിട്ടിരിക്കുകയാണ് കൃഷ്ണമോള്, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ അലീന വരുന്ന സമയത്ത് കാത്തിരിക്കുകയാണ് കൃഷ്ണ. അങ്ങനെ കൃഷ്ണ വന്ന ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായി ചേച്ചി അവിടെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമുണ്ടായില്ല മോളെ, അവർക്ക് എന്നോട് ഭയങ്കര ഇപ്പോൾ താല്പര്യമുണ്ട്, കാരണം ശരണ്യെ ഞാൻ എഴുന്നേൽപ്പിച്ചു നടത്തിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ ചേച്ചി റൂമിൽ തന്നെ അടച്ച് കിടപ്പായിരുന്നു ചോദിക്കുമ്പോൾ, അതേ മോളെ പാവം, ആ കിടപ്പൊന്ന് കാണണം, ചങ്ക് പൊട്ടിപ്പോകും, ജീവിതം തന്നെ തകർന്ന പോലെയുള്ള കിടപ്പാണ് എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, പാവാണല്ലേ ചേച്ചി, ഇവന്മാരൊക്കെ എന്തൊരു ക്രൂരതയാണ് ആ കൊച്ചിനോട് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ, അതേ മോളെ, ഇനി അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഇന്ന് ഞാൻ അവളോട് ഒരുപാട് സംസാരിച്ചു, അവൾ എന്നോട് ഒരുപാട് സംസാരിച്ചു,
അവൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ പുറത്ത് വന്നിരുന്നു, ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, മിടുക്കിയായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ബബിത അലീനയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? അങ്ങോട്ട് അവിടെ തന്നെ താമസിച്ചുകൂടായിരുന്നോ? ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരോടല്ലേ സ്നേഹവും കൂറും വേണ്ടത്? നീ അച്ഛൻ്റെ മകളാണെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ രോഹിത് നിൻ്റെ സഹോദരനല്ലേ, സഹോദരൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബബിത ഒച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, സഹോദരൻ തെറ്റ് ചെയ്താൽ സഹോദരൻ്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. ഞാൻ അച്ഛൻ്റെ മകൾ തന്നെയാണ്, ആ അച്ഛൻ്റെ മക്കളൊക്കെ എൻ്റെ സഹോദരങ്ങളുമാണ്. പക്ഷേ ആര് തെറ്റ് ചെയ്താലും അതിപ്പോൾ അച്ഛനാണെങ്കിൽ പോലും ഞാൻ എതിർക്കുക തന്നെ ചെയ്യും, സപ്പോർട്ട് ചെയ്യത്തില്ല. ആ പാവം പെൺകുട്ടി നിങ്ങളെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയാണ് അവളും. അവൾക്ക് ജീവിതം കൈവിട്ടതുപോലെയുള്ള ഒരു അവസ്ഥയാണ്, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ, ഓ നീ വലിയൊരു മദർ തെരേസ വന്നേക്കുന്നു, നാട്ടിലുള്ളവരെയൊക്കെ പോയി കണ്ട് അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ നിൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയണം. ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ വന്നോ, എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇത്തിരി നേരമായില്ലേ വെച്ചതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തായി പോയ കാര്യം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു വെച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അവളോട് കുറേ നേരം സംസാരിച്ചു, ഞാൻ പോരാൻ നിൽക്കുന്നത് അവൾക്ക് ഭയങ്കര വിഷമാണിപ്പോൾ, നാളെയും വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി നീ നാളെയും പോകുന്നുണ്ടോ? അതേ വെച്ചാൽ പോകണം, അവളൊന്ന് റെഡി ആവുന്നത് വരെ എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ എന്ന് പറയണം. ഓ നിൻ്റെ ഒരു കാര്യം, നീ എത്ര കിട്ടിയാലും പഠിക്കാനൊന്നും പോകുന്നില്ല, ഇനി ഇതിൻ്റെ പുറകെ എന്തൊക്കെ വരാനിരിക്കുന്നോ ആവോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിച്ച് മുകളിലേക്ക് കയറി പോകണം. പിന്നീട് കാണിക്കുന്നത് അലീന രേവതിക്കുട്ടിയെ ഫോൺ ചെയ്യുന്നതാണ്. താൻ പോയ വിശേഷങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, ഇപ്പോൾ അവർക്കൊക്കെ എന്നോട് ഭയങ്കര കാര്യമാണ്, ഞാൻ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയണം. ആ ചേച്ചി ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും കയ്യിലെടുക്കുമല്ലോ, എനിക്കറിയാലോ ആ കാര്യമെന്ന് രേവതിക്കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അലീന രേവതിക്കുട്ടിയോട് പറയുന്നത്, ഗ്രേസം ആൻറ്റിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, അന്ന് ശരിക്കും അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നൊന്ന് അന്വേഷിക്കണമായിരുന്നു, ആൻറ്റി വിചാരിച്ചാൽ നടക്കുമോ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടിയോട്. എനിക്കറിയില്ല ചേച്ചി, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം, ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയ്ക്ക് ഫോൺ കൊടുക്കണം. അപ്പോൾ അലീന ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഗ്രേസമ്മ ആദ്യം തന്നെ എതിർക്കുകയാണ്. നിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലീന നീ പറഞ്ഞോ, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് തന്നെ വേണമെങ്കിലും ചെയ്യും, കാരണം നീ ഞങ്ങളുടെ കുട്ടിയാണ്, അങ്ങനെയാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്, ഞങ്ങൾക്ക് രേവതിക്കുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും, അല്ലാതെ ആ രോഹിത്തിൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ ഇടപെടത്തില്ല എന്ന് പറയണം. ആൻറ്റി ഇടപെടേണ്ട, അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, രോഹിത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര വിശ്വാസം പോലെ രോഹിത്ത് ഇങ്ങനെ കാര്യങ്ങളൊന്നും ഇത്തരം ഇതിലേക്കൊന്നും ചെന്ന് പെടുമെന്ന് തോന്നുന്നില്ല, അവനെ ട്രാപ്പിലാക്കിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ, എന്നെക്കൊണ്ട് പറ്റത്തില്ല അലീന, ഞാനത് ചോദിച്ചാലും ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ, ആൻറ്റി ഒന്ന് ചോദിച്ച് നോക്കൂ ജോബി ചേട്ടനോട്, ഒരു കാര്യം അറിഞ്ഞാൽ മാത്രം മതി, അവിടെ നടന്ന സംഭവങ്ങൾ ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്ന് പറയണം. ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം, അല്ലാതെ അവനെ രക്ഷിക്കാനൊന്നും എൻ്റെ അടുത്ത് വന്ന് പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, ഒരിക്കലുമില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രോഹിത്താണെങ്കിലും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ആൻറ്റി എന്ന് പറയണം. അങ്ങനെ പിന്നീട് മാമച്ചാനും ജോബിച്ചനും കൂടി ഇട്ട് മധുസൂദനന്മാരെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതായത് രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഗൂഢാലോചന തെറ്റാണ്, അതുപോലെ ആ ഒരു ഇൻറ്റൻഷൻ വെച്ച് തന്നെ അങ്ങോട്ടേക്ക് പോയത് തെറ്റാണ്. അപ്പോൾ അതൊക്കെ തെറ്റുകൾ തന്നെയാണ്, പിന്നെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതൊക്കെ തെറ്റാണ്. അപ്പോൾ പക്ഷേ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയാണ്. പക്ഷേ പെൺകുട്ടിയുടെ മൊഴി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല, എപ്പോഴാണ് ഇനി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ എന്നും കൂടി മധുസൂദനൻ പറയുന്നുണ്ട്. അവളൊന്ന് ഓക്കെ ആയിട്ട് വേണം മൊഴി എടുക്കാനായിട്ട് എന്ന് പറയാണ്. അങ്ങനെ ആ വിവരം അലീനയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. അലീന പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃഷ്ണമോളും ബബിതയൊക്കെ അത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും തന്നെ ഒരു ആശ്വാസം തോന്നുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ പറയുന്നത് ശരിയാണോ? അതേ വെച്ചാൽ ഞാൻ ഗ്രേസമ്മാൻറ്റിയെ വിളിച്ചിരുന്നു, അങ്ങനെ മാമച്ചാനും ജോബിച്ചേട്ടനും കൂടിയിട്ട് ആ DYSPയെ പോയി കണ്ടു സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരമാണ്, രോഹിത്ത് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല അച്ഛാ എന്ന് പറയണം. അത് കേട്ടതും പാതി ജീവൻ തിരിച്ച് കിട്ടിയത് പോലെയുള്ളൊരു അവസ്ഥയിലാണ്
ബാലചന്ദ്രൻ. അപ്പോൾ അതിനുശേഷം ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ആ കുട്ടിയെ കാണാനായിട്ട് പോകുന്നുണ്ട്, അച്ഛൻ വരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ എന്നാൽ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ കൃഷ്ണയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബബിതയാണെങ്കിൽ ബബിതയ്ക്കും ഒരു ആശ്വാസമൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഉള്ളൊരിത് പെട്ടെന്ന് തന്നെ ആ വിവരം ഫോൺ എടുത്തിട്ട് വൈജിയെ വിളിച്ച് പറയാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ വൈജിയെ കോളിൽ കിട്ടാത്തത് കാരണം റേഞ്ച് അന്വേഷിച്ചിട്ട് അവളിങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അച്ഛാ അവൾക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണം, ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവുകളുണ്ട്, പാവാണ് അച്ഛാ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അച്ഛൻ എൻ്റെ അക്കൗണ്ടിൽ കുറേ കാശ് ഇട്ടിട്ടുണ്ടല്ലോ, ആ കാശെടുത്ത് നമുക്ക് അവൾക്ക് കൊടുക്കാം, അവളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കാം എന്ന് പറയുമ്പോൾ അത് നിനക്ക് വേണ്ടിയിട്ട് ഇട്ട ഡെപ്പോസിറ്റാണ്, അതൊരിക്കലും എടുത്തു കൊടുക്കണ്ട, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറയണം. പക്ഷേ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നേ പേര് വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതാ അച്ഛാ ഞാൻ പറഞ്ഞത്, പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേര് വരേണ്ട, അവളെ സ്കൂളിൽ ചേർക്കാം, ആ സ്കൂളിൽ മാറ്റിയിട്ട് സ്കൂളിൽ ചേർക്കാം, അപ്പോൾ ആ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. എന്താണെങ്കിലും അച്ഛനെ ആലോചിച്ചോ, എന്നിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന വീണ്ടും പിറ്റേ ദിവസം ശരണ്യെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ശരണ്യെ കാണാനായിട്ട് വന്ന സമയത്ത് ശരണ്യ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതായത് ഭയങ്കര ഹാപ്പി അല്ല, ഒന്നുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അലീന വരുന്നത് നോക്കി അങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അലീന വരുമെന്ന് പറഞ്ഞിട്ടല്ലോ പോയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചേച്ചി വന്നോ എന്ന്. അപ്പോൾ ഇല്ല എന്നാണ് ശരണ്യയുടെ അമ്മ പറയുന്നത്. അങ്ങനെ കാത്തിരിക്കണം. അങ്ങനെ അലീന അവിടേക്ക് ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ശരണ്യ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചി എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു, ചേച്ചി എന്താ ഇത്ര നേരം വൈകി എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അലീനയുടെ അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീന ഇത്രയൊരു മാറ്റം അവളിൽ ഉണ്ടാക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചതേയല്ല. അങ്ങനെ അലീന പറയുന്നുണ്ട്, നീ മിടുക്കി കുട്ടിയായല്ലോ, ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ, നമ്മൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നല്ല മിടുക്കി കുട്ടിയായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരണം എന്നൊക്കെ പറയണം. അങ്ങനെ അലീന നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ ആ ചേച്ചി നമുക്ക് സിറ്റ് ഔട്ടിൽ പോയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തൊക്കെ പോയിന്ന് സംസാരിക്കുകയും അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി വന്നിട്ട് കഴിക്കാമെന്ന് കരുതി എന്ന് പറയണം. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും റൂമിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ റൂമിൽ വെച്ച് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ശരണ്യയുടെ അമ്മ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അലീന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഓരോ വിഷയങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് ഈ കേസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ രോഹിത് ശരിക്കും തൻ്റെ സഹോദരനാണ് എന്നുള്ള കാര്യമൊക്കെ ശരണ്യയോട് അലീന തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ആർക്കും അറിയത്തില്ല ഞാൻ ആ വീട്ടിലെ കുട്ടിയാണ് എന്നുള്ള സത്യം ആർക്കും അറിയത്തില്ല. പക്ഷേ അവനൊരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ അലീന ഇങ്ങനെ ഒരു ഇത് ഇട്ട് കൊടുക്കുകയാണ് ശരണ്യയുടെ ഭാഗത്തുനിന്ന് എന്താ കേൾക്കാൻ പറ്റുകയെന്ന് അറിയാനായിട്ട്. ഒരിക്കലും ഞാൻ അവന് അങ്ങനെ ചെയ്യുമെന്ന് കരുതിയതേയല്ല, എനിക്ക് ഉറപ്പുണ്ട് അവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവൻ അത്രയ്ക്ക് ധൈര്യമുള്ള ഒരാളൊന്നുമല്ല, ഭയങ്കര പേടിയും ഒക്കെയുള്ള ആളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ധൈര്യമൊന്നും അവനില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ശരണ്യാണെങ്കിൽ എന്തോ ഇങ്ങനെ ആലോചിച്ച പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ശരണ്യ പറയുന്നത്, ചേച്ചി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ചേച്ചി പിന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ശരണ്യ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ ശരണ്യയുടെ അമ്മയും അച്ഛനൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യ പറയുന്നത് അവിടെ നിർത്തുകയാണ്. അപ്പോൾ പോലീസിനാണെങ്കിൽ ശരിക്കും മൊഴി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് കേസിനെ പറ്റി സംസാരിക്കുന്നതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടും ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, കേസിനെ കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട മോളെ, പോലീസ് വന്ന് മൊഴിയെടുക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ സംസാരിച്ചതൊന്നുമല്ല, ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ ആ വീട്ടിൽ ഞാൻ ആരാണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു വന്നതാണ് എന്ന് പറയണം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേസിനെ കുറിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അവരകത്തേക്ക് കയറി വന്നത്. അങ്ങനെ എന്താണെങ്കിലും ആ സംസാരം അവിടെ നിർത്തുകയാണ്. ശരിക്കും ശരണ്യ പറയുന്നുണ്ട് അലീനയോട് എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ നാളെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നീട് അലീന അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ വീണ്ടും ചേച്ചി നാളെ വരുമെന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വരാമെന്ന് തന്നെ പറയുകയാണ് അലീന. അങ്ങനെ അലീന വീണ്ടും അവിടേക്ക് പോകുന്നുണ്ട്. അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാലചന്ദ്രൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അലീന
ശരണ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഏർപ്പാടാക്കുന്നുണ്ട്. കേസും കോടതിയും വിചാരണയൊക്കെ കഴിയുന്ന സമയത്ത് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാനും അവളെ ലൈഫ് ഒന്ന് സെക്യൂർ ആക്കാനൊക്കെ ഉള്ള സാമ്പത്തിക സഹായം ബാലചന്ദ്രനാണ് ചെയ്തു കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ ഒന്നും സഹായം ശരണ്യ വാങ്ങിക്കുന്നില്ല, ശരണ്യയുടെ വീട്ടുകാർ വാങ്ങിക്കുന്നില്ല. പക്ഷേ ബാലചന്ദ്രൻ ചെയ്യുന്നത്, അതായത് രോഹിത് വന്ന് മാപ്പ് പറയുമൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം ബാലചന്ദ്രൻ ഒരു മകളെ പോലെ ശരണ്യെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനാണ് ബാക്കി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് വൈജയന്തി കലി തുള്ളുകയാണ് ചെയ്യുന്നത്. ബാലചന്ദ്രൻ എന്തിനാണ് അവിടെ പോയത്, അവിടെ പോയിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ ചെന്നേക്കുന്നു, അവൾ കാരണമാണ് നമ്മുടെ മോന് ഇത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. അതിന് നല്ല മറുപടി തന്നെ ബാലചന്ദ്രന് വൈജയ്ക്ക് കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ മാത്രമല്ല രോഹിത്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ ഉടനെ തന്നെ നാളെയും മറ്റന്നാളായിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.